കാറടുക്ക അഗ്രികൾച്ചർ സഹകരണ സംഘത്തിൽ നിന്നും 4.76 കോടി രൂപയുടെ പണയ സ്വർണം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതികൾ തമിഴ്നാട്ടിൽ പിടിയിലായി. സംഘം സെക്രട്ടറി കർമ്മന്തോടി ബാളക്കണ്ടത്തെ കെ രതീശൻ, കണ്ണൂർ താണയിലെ മഞ്ഞക്കണ്ടി അബ്ദുൾ ജബ്ബാർ എന്നിവരെയാണ് ഈറോഡിലെ ലോഡ്ജിൽ നിന്നും അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെ പിടികൂടിയ ഇരുവരെയും വൈകിട്ട് 5:30 ആദൂർ പോലീസ് സ്റ്റേഷനിലും പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലും എത്തിച്ചു. സഹകരണ വകുപ്പ് ഇൻസ്പെക്ടറുടെ പരിശോധനയിൽ തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് മെയ് 9-നാണ് രതീശനും അബ്ദുൾ ജബ്ബാറും ഒളിവിൽ പോയത്. ആദൂർ പോലീസ് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രതികളെ പിന്തുടർന്നെങ്കിലും പ്രതികൾ ഒളിത്താവളങ്ങൾ മാറ്റി. ഇടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീട്ടുകാരെ ബന്ധപ്പെട്ടു. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. 2019 മുതൽ അബ്ദുൾ ജബ്ബാറുമായി രതീശൻ നടത്തിയ ഇടപാട് അന്വേഷക സംഘം പരിശോധിച്ചിരുന്നു. തുടർന്ന് രതീശന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കൂട്ടുപ്രതികളായ പള്ളിക്കര പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 3 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. സഹകരണ സംഘത്തിൽ നിന്നും കവർന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും പണയം വെച്ച കേരള ബാങ്ക്, പെരിയ, കാഞ്ഞങ്ങാട് ശാഖകളിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1.25 കോടി രൂപയിലധികം രൂപയുടെ സ്വർണം പ്രതികൾ പണയം വെച്ചിരുന്നു. കാനറ ബാങ്കിന്റെ പെരിയ, പള്ളിക്കര ശാഖകളിൽ സ്വർണം പണയം വെച്ച് 49 ലക്ഷം രൂപയും എടുത്തു. ബേക്കൽ ഡിവൈഎസ്പി ജയൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.